ഇന്നത്തെ സ്പെഷ്യൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമാണ്. എങ്ങനെ സോഫ്റ്റായിട്ട് അടിക്കാതെ പൊറോട്ട ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതുമാത്രമല്ല എങ്ങനെ വെറൈറ്റി ആയിട്ട് ചിക്കൻ ഫ്രൈ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. ഇനി പൊറോട്ടയ്ക്കുള്ള മാവ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് 6 കപ്പ് മൈദയാണ്, ഏകദേശം 1 kg വരും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് കപ്പ് പാൽ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 സ്പൂൺ സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ഡാൽഡ ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായി 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒന്നര കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴയ്ക്കണം, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്നെസ് പൊറോട്ടയ്ക്ക് കിട്ടുകയുള്ളൂ. നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മിനിമം 3 to 4 hours ഇതിങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മാരിനേറ്റിംഗ് പ്രൊസീജിയർ നോക്കാം. ഇവിടെ 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ഇൻക്ലൂഡിംഗ് ബോൺ. ആദ്യമായി തന്നെ ഇതിലേക്ക് ചതച്ച് വെച്ച ജിഞ്ചർ, ഗാർലിക് ആൻഡ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലാസ് എല്ലാം ചിക്കനുമായി നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കാം. മാരിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് 15 മിനിറ്റ് നേരത്തേക്ക് വെച്ചേക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലിടുക. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കുക. നേരത്തെ കുഴച്ച് വെച്ചിരുന്ന പൊറോട്ട മാവ് ചെറിയ ബോളുകളായി ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു ബോൾ എണ്ണയിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. നീളത്തിൽ പരത്തുക. തിന്നായിട്ട് കിട്ടണം. എല്ലാ പോർഷൻസും തിന്നാവണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ നീളത്തിൽ പരത്തുന്നത്. അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് നന്നായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലും ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല തിന്നാവും. എല്ലാ പോർഷൻസും നന്നായി വലിക്കുക. എന്നിട്ടിങ്ങനെ നീളത്തിലെടുത്തിട്ട് റോസാപ്പൂവിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മെല്ലെ ഫോൾഡ് ചെയ്യുക. ഫൈനലി റെഡി ആയിട്ടുണ്ട്. എല്ലാ ബോളുകളും നേരത്തെ ചെയ്തതുപോലെ റോസാപ്പൂ ഷേപ്പിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി കൈകൊണ്ട് പരത്തിയെടുക്കാം. കൈകൊണ്ട് പരത്തുക, അല്ലെങ്കിൽ ചപ്പാത്തി കമ്പ് ഉപയോഗിച്ച് നമുക്ക് പരത്തിയെടുക്കാം.
ഇതിപ്പോൾ ഇവിടെ കൈ കൊണ്ട് പരത്തി വെച്ചേക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലൂടെ ചപ്പാത്തി കമ്പ് യൂസ് ചെയ്ത് പരത്താം. അപ്പോൾ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റും നൈസും തിന്നുമായിട്ട് കിട്ടുന്നതാണ്. പൊറോട്ട ചുട്ടെടുക്കാം. ഇതിലേക്ക് ഡാൽഡയും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഡാൽഡ മാത്രമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പൊറോട്ട കട്ടിയായി പോകും, സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അതുപോലെ എണ്ണ മാത്രമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പൊറോട്ടയ്ക്ക് സ്വാദം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഡാൽഡയും എണ്ണയും മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി മറിച്ചും തിരിച്ചും ഇട്ട് വേവിക്കുക. ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പൊറോട്ട നല്ല സൂപ്പർ സോഫ്റ്റും തിന്നും ടേസ്റ്റിയുമായിട്ടിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഓൾസോ. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.